അതുകൊണ്ട് ജനനവും മരണവും അവിടെ ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഇത് ചിന്തിച്ചെത്തിയ ഒരവസ്ഥയല്ല, അതാണ് സത്യവും. കാര്യം ഈ ആത്മാവെന്ന് പറയുന്നത് ഇപ്പൊ എനർജി എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ പോലും അത് ഫോമായിരുന്നാലും ഫോംലെസ് ആയിട്ടിരുന്നാലും അതിനെ ബാധിക്കുന്ന ഒന്നല്ല. ഫോമായിട്ടിരുന്നാലും അതിന് പ്രത്യേകിച്ച് അവിടെ എനർജി ഉണ്ട്, ഫോംലെസ് ആയിട്ടിരുന്നാലും അതിന് എനർജി ഉണ്ട്. അതാണ് ജനനം എന്ന് പറയുന്നത്. രണ്ടിനും ആ എനർജി സംബന്ധിച്ചിടത്തോളം ഒരു ജനിച്ചു എന്ന് പറഞ്ഞാലോ മരിച്ചു എന്ന് പറഞ്ഞാലോ പുനർജനിച്ചു എന്ന് പറഞ്ഞാലോ എനർജിയാണ്. അതിനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അതേപോലെ നമ്മൾ ആ സ്റ്റിൽനെസ്സിൽ നിൽക്കുമ്പോൾ, ആ ജൈവികതയിൽ നിൽക്കുമ്പോൾ, ജനിച്ചാലും മരിച്ചാലും ഒരേ അവസ്ഥയാണ്, പുനർജനിച്ചാലും ഒരേ അവസ്ഥയിലേക്കും. അപ്പൊ ജൈവികതയിൽ നിന്നാൽ മാത്രം മതി. അവിടെ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാൻ പോകണ്ട. വേറെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണ് ഇവൻ ജനിച്ചെന്നോ മരിച്ചെന്നോ പുനർജനിച്ചോ എന്ന് പറയുന്നത്. ജൈവികതയിൽ നിൽക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതിലാണ്